ഹായ്. ഹാളിലിരിക്കുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് റോഷ്നി അകത്തേക്ക് കയറി വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന അവരുടെ എല്ലാം നോട്ടം അവളിലേക്ക് നീണ്ടു. ആ, റോഷ്നി നിങ്ങളോട് ഉണ്ടായിരുന്നോ? ഹരിയുടെ വല്യമ്മയുടെ ചോദ്യത്തിന് ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വന്നതാ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. റോഷ്നി അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത സീറ്റിൽ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ അവളെ ഒന്ന് നോക്കി. വേണ്ടി വന്നാൽ ഒരാഴ്ച ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നവളാണ് ഈ ഡയലോഗ് പറയുന്നത്. റോഷ്നി മുത്തശ്ശൻ്റെ ഷോട്ടിൽ പതിയൊന്ന് തട്ടി. ഹരിയുടെ വീട്ടുകാർ അവളെ നോക്കി ചിരിച്ചു. വിവാഹം കഴിയുന്നതിന് മുൻപ് അവൾ ആ വീട്ടിലേക്ക് വരുന്നതിന് ആർക്കും ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നിയില്ല. സത്യത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വരാൻ പാടില്ല. പക്ഷേ ഞങ്ങൾക്കതിലൊന്നും വലിയ പ്രശ്നമില്ല. ലച്ചി ഇവിടെ ആയതുകൊണ്ട് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരും. അതിപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല. ആർക്കും ഇനി അതിലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി മുത്തശ്ശി പറയുമ്പോൾ ഹരിയുടെ വീട്ടുകാർ അത് സമ്മതിച്ചു കൊടുത്തു. അതിനെന്താമേ, ഞങ്ങൾക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഹരി ഞങ്ങളോട് ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വിവാഹം കഴിയാൻ ഇനിയും ഒരു വർഷം ഉണ്ടല്ലോ. അത്ര കാലമൊന്നും റോഷ്നി വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റില്ലെന്ന് അവൻ നിർബന്ധം പറഞ്ഞതാ. ലച്ചി ഇവിടെ നിൽക്കുന്നതും അവളെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങും പിന്നെ ഡെലിവറിയും അതിനൊക്കെ അവളില്ലാതെ പറ്റില്ലെന്ന് അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വല്യമ്മ ചിരിയോടെ പറയുമ്പോൾ റോഷ്നിയുടെ കണ്ണുകൾ തിളങ്ങി. അവളെ ചുണ്ടിലൊരു ചിരി വീരിഞ്ഞു. കൊച്ചു കള്ളൻ, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കെട്ടാൻ പോകുന്നവനാവുമ്പോൾ ഇങ്ങനെ വേണം. അതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് റോഷ്നി നേരെ നോക്കിയത് അകത്തേക്ക് കയറി വരുന്ന സുഭദ്രയുടെ മുഖത്തേക്കാണ്. ഇവിടെ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. അതിൻ്റെ ഒരു വീർപ്പിക്കൽ ആ മുഖത്തുണ്ട്. ആ, ഹരി വന്നോ? അതും പറഞ്ഞിട്ട് ദേവേന്ദ്രൻ സെറ്റിൽ നിന്നും എഴുന്നേറ്റു. ഓ, മരുമകനോടുള്ള ബഹുമാനം അത്രയ്ക്കൊന്നും വേണ്ട, ഇരുന്നോളൂ. റോഷ്നി ഒരു ചിരിയോടെ പുണർന്നു നിൽക്കുന്നവരെ നോക്കിയിരുന്നു. അത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിച്ചു കഴിഞ്ഞ ശേഷം പോവാം. ഹരി എല്ലാവരെയും നോക്കി ചിരിയോടെ പറയുന്നതിനൊപ്പം രുദ്രൻ്റെ കയ്യിൽ പിടിച്ചു കുലുക്കി. നിങ്ങളൊക്കെ ഇരിക്കുക, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം. മാറേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എല്ലാവരും ഇങ്ങനെ അവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഒരു ചളുപ്പ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഹരി സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് നടന്നതും റോഷ്നി സെറ്റിൽ നിന്നും ഒരൽപ്പം പൊങ്ങി. പൂർണ്ണമായും പൊങ്ങാൻ പിന്നിൽ നിൽക്കുന്ന സുഭദ്രയുടെ കൈ അനുവദിച്ചില്ല. അതിനു മുൻപേ ഷോൾഡറിൽ അമർത്തിക്കൊണ്ട് അവളെ അവിടെ തന്നെ ഇരുത്തി. റോഷ്നി കണ്ണുകൾ ഉയർത്തി തലയൽപ്പം ചേരിച്ചുകൊണ്ട് സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണു ഒട്ടിക്കൊണ്ട് എന്തോ അവളോട് പറഞ്ഞതും റോഷ്നി അവരിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ഹരി പോകുന്നു നോക്കി. 2-3 സ്റ്റെപ്പ് കയറിയിട്ട് ഹരി റോഷ്നി തിരിഞ്ഞു നോക്കി. റോഷ്നി ചുണ്ട് പുലർത്തി കാണിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഓടിക്കയറി. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചു നേരം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് പോവാനായി ഇറങ്ങിയത്. ഇനി എന്നാ വീട്ടിലേക്ക്? പോവാനായി ഇറങ്ങുമ്പോൾ സുഭദ്ര ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ലച്ചു അതിന് മറുപടിയൊന്നും പറയാതെ നോക്കിയത് റയാൻഷിൻ്റെ മുഖത്തേക്കാണ്. വരാം, അവൻ അത്രമാത്രം പറഞ്ഞു. സുഭദ്ര ലച്ചുവിൻ്റെ കവിളിൽ തലോടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. നാളെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്ക്, അതുപോലെ കേൾക്കണം. എപ്പോഴും സ്റ്റെപ്പ് കയറരുത്, ഭാരമുള്ളതൊന്നും എടുത്ത് പൊക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വേണം, ഞാൻ നോക്കിക്കോളാം. നോക്കാൻ ആളില്ലെന്ന് കരുതി അങ്ങോട്ട് വരാതിരിക്കരുത് കേട്ടോ. ലച്ചുവിൻ്റെ കവിൾ തലോടിക്കൊണ്ട് അവർ പറയുമ്പോൾ ലച്ചു ചീരയുടെ തല കുലുക്കി സമ്മതിച്ചു. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം. ലച്ചുവിൽ നിന്നും മുഖം മാറ്റി സുഭദ്ര നോക്കിയത് ഫോണിൽ കളിച്ചുകൊണ്ട് സെറ്റിലിരിക്കുന്ന റോഷ്നിയുടെ മുഖത്തേക്കാണ്. കുഞ്ഞേ. റോഷ്നിയെ നോക്കി സുഭദ്ര വിളിച്ചതും അവൾ മുഖം ഉയർത്തി അവരെ നോക്കി. വാ. എങ്ങോട്ട്? കയ്യിലുള്ള ഫോൺ സെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അവൾ സെറ്റിയിലേക്ക് ചാരിയിടും. വീട്ടിലോട്ട് വാ. ഇനിയും ഇവിടെ എന്താ? ഞങ്ങളൊക്കെ പോവല്ലേ, വാ. നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ നിങ്ങളുടെ കൂടെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്ന പോലെ തിരിച്ചു വന്നോളാം. സുഭദ്രയെ നോക്കാതെ അങ്ങും ഇങ്ങും നോക്കി അലസമായി അവൾ പറഞ്ഞു. എന്തായാലും നീ ഇന്ന് വീട്ടിലേക്ക് വരണം. ഞങ്ങളും വീട്ടിലേക്കല്ലേ പോകുന്നത്. ഹരി എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മയുടെ സുന്ദരിക്കുട്ടിയല്ലേ, വാ. അമ്മ പറയുന്നത് കേൾക്ക്. സുഭദ്ര റോഷ്നിയെ കൊഞ്ചിക്കുന്ന പോലെ പറഞ്ഞതും അവൾ അതൊന്നും കേൾക്കാത്ത രീതിയിൽ മുഖം തിരിച്ചിരുന്നു. ഇടയ്ക്ക് റയാൻഷിനെ ഒന്ന് നോക്കി. ഇടപെട്ട് ഏട്ടാ ഇടപെട് എന്നതുപോലെ ഒരു നോട്ടം. ഇനിയിപ്പോൾ ഹരിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവനാക്കി തന്നോളൂ. അമ്മ ചെല്. ഒടുവിൽ റയൻഷ് തന്നെ ഇടപെട്ടു. അത് റോഷ്നിയുടെ നോട്ടം കണ്ടിട്ടല്ല, ഇപ്പുറത്തുനിന്ന് അളിയൻ്റെ നോട്ടം കണ്ടിട്ടാണ്. അധികം വൈകാനൊന്നും നിൽക്കണ്ട, വേഗം വയൂ. ആദ്യം നിൻ്റെ ഈ വരവും പോക്കും ആർക്കും കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും അത് പിടിക്കാതെ വരും. ആ പെണ്ണ് ഇവിടെ തന്നെയാണെന്ന് എല്ലാവരും പറയും. അങ്ങനെ പറയിപ്പിക്കരുത്, മനസ്സിലായോ? രണ്ടാളോടും കൂടിയിട്ടാണ് പറയുന്നത്. റോഷ്നി നോക്കി പറയുന്നതിനൊപ്പം സുഭദ്രയുടെ കണ്ണുകൾ ഹരിയുടെ നേരെ നീണ്ടു. ഹരി അതിനൊന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പുറത്തുനിന്ന് ദേവേന്ദ്രൻ സുഭദ്രയെ വിളിച്ചതും സുഭദ്ര ലച്ചുവിനെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. കുഞ്ഞു വരുന്നില്ലേ? സുഭദ്ര ഒറ്റയ്ക്ക് വരുന്ന കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു. എല്ലാവരും കാറിലേക്ക് കയറി പോയിട്ടുണ്ട്. അവരുടെ വണ്ടി മാത്രമാണ് പോവാൻ ബാക്കിയുള്ളത്. രുദ്രനും അഞ്ജുവും ദേവേന്ദ്രനും സുഭദ്രയും ഒരു കാറിലാണ് വന്നത്. അവർ മാത്രമേ ഇനി പോവാൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയി.
ഞാൻ കുറേ വിളിച്ചു, വരുന്നില്ല. ഒന്നിന് മാത്രം പോകുന്ന പെണ്ണായില്ലേ, അടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതും ആ ചെറുക്കിൻ്റെ മുന്നിൽ വെച്ച്. എന്തേലും ചെയ്യട്ടെ, എനിക്ക് വയ്യ. എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമേ നിങ്ങളുടെ മോള് ചെയ്യൂ. മറ്റേ രണ്ടെണ്ണത്തിന് ഇത്തിരി ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ, പറഞ്ഞതനുസരിക്കും. ഇതിന് വാശിയാണ്, അനുസരണ തീരെയില്ല. റോഷ്നി പ്രാഗിക്കൊണ്ട് സുഭദ്ര കാറിൽ കയറി. ഡോറിൻ്റെ അവിടെ നിന്നും അവർ 4 പേരും അതൊക്കെ കേൾക്കുന്നുണ്ട്. ഹരിയുടെ വീട്ടുകാരൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ അന്നേരം അമ്മയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ ആ കുഞ്ഞു ഫാമിലി മാത്രം. നിനക്ക് പോവണോ? അവളെ വഴക്കു പറയുന്ന കേട്ടപ്പോൾ സങ്കടത്തോടെ ഹരി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ പോവില്ല, എനിക്ക് കുറച്ചു നേരം മേട്ടത്തിൻ്റെ കൂടെ ഇരിക്കണം. റോഷ്നി പറയുമ്പോൾ ഹരി സമ്മതിച്ചുകൊണ്ട് തല കുലുക്കി. അവരുടെ കാറും കൂടെ പുറത്തേക്ക് പോയപ്പോൾ 4 കൂടെ അകത്തേക്ക് കയറി. ഹരി അടുക്കളയിൽ ലച്ചുവിനുള്ള ജ്യൂസ് ഉണ്ടാക്കുകയാണ്. പാലും പഴവും നട്ട്സും ബദാമും അങ്ങനെ ഓരോന്നൊക്കെയിട്ട് അവൻ ജ്യൂസ് അടിക്കുന്നത് നോക്കി റോഷ്നി സ്ലാബിലിരിക്കുന്നുണ്ട്. ഹരിക്കുട്ടാ, റോഷ്നി വിളിച്ചതും ജ്യൂസിന് വേണ്ടതൊക്കെ മിക്സിയിലേക്ക് ഇടുന്നതിനിടയിൽ അവൻ മുഖമുയർത്തി അവളെ നോക്കി. നിനക്ക് എന്നെയാണോ ഏട്ടത്തെയാണോ കൂടുതൽ ഇഷ്ടം? റോഷ്നി ചീരിയോടെ ചോദിക്കുമ്പോൾ ഹരി അവളെ പുരികം വളച്ചുകൊണ്ട് കാണിപ്പിച്ചു നോക്കി. റോഷ്നി അതിന് നിളിച്ചു കൊടുത്തു. വീട്ടിൽ പോണോ? ഹരി ഭീഷണി പോലെ ചോദിക്കുമ്പോൾ റോഷ്നി നിഷ്കളങ്കമായി വേണ്ടത് തലയാട്ടി കാണിച്ചു. എന്നാ ഇതുപോലുള്ള കോനിഷ്ഠ ചോദ്യം എന്നോട് ചോദിക്കരുത്. ഹരി ഗൗരവത്തിൽ പറഞ്ഞതും റോഷ്നി വീണ്ടും തല കുലുക്കി കാണിച്ചു. ചുമ്മാ തല കുലുക്കി വിടുന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ചോദ്യം അവൾ വീണ്ടും ചോദിക്കും. ഞാൻ ചോദിച്ചതുപോലെ എന്നോട് ചോദിക്കേ. എന്താ ചോദിക്കണ്ടേ? അതും ചോദിച്ചുകൊണ്ട് അവൻ മിക്സി ഓണാക്കി. അത് ഓഫ് ചെയ്യുവോളം റോഷ്നി ഒന്നും മിണ്ടിയില്ല. അത് ഓഫാക്കിയ ശേഷം ഹരി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുക. സംശയം എന്താ, ഞാനാകും. ഹരി ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് പകർത്തിക്കൊണ്ട് പറയുമ്പോൾ റോഷ്നി ചിരിച്ചു. നീ നിന്റെ വലത്തെ കൈ ഉയർത്തിക്കേ. ഹരി പറയുമ്പോൾ റോഷ്നി കൈ ഉയർത്തി. ഹരി അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. ഈ കയ്യിൽ ഏത് വിരലാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഹരി ചോദിക്കുമ്പോൾ റോഷ്നി അവളുടെ മോതിര വിരൽ മാത്രം ഉയർത്തി കാണിച്ചു. വിരലുകളിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ല, എന്നാലും അവൻ ചോദിച്ച സ്ഥിതിക്ക് കാണിച്ചുവെന്ന് മാത്രം. ഈ വിരൽ മാത്രം ഉപയോഗിച്ചിട്ട് നീ ഒരു നേരം ഭക്ഷണം കഴിക്കുമോ? ഹരി ചോദിക്കുമ്പോൾ റോഷ്നി ചുണ്ടി വിളർത്തിയില്ലെന്ന് കാണിച്ചു. അതുപോലെയാണ് ജീവിതവും. ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. ചുറ്റുമുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം സ്നേഹിക്കണം. എന്നാലേ നമ്മുടെ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകും. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സന്തോഷമായി ജീവിക്കാൻ കഴിയൂ. ഹരി പറയുമ്പോൾ റോഷ്നി അവനെ നോക്കി തലയാട്ടി. ഇത്ര വലിയൊരു ഉദാഹരണം പറഞ്ഞു തന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണമല്ലോ എന്ന് കരുതി കാൽ നീട്ടി അവനെ അവളുടെ നടുവിലേക്ക് കയറ്റി. ശേഷം അവൻ്റെ പുറത്തോടെ കാൽ രണ്ടും ലോക്കാക്കി അവൻ്റെ കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഇത്ര വലിയ ഒരു അറിവ് എനിക്ക് പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ടവനൊരായിരം നന്ദി. റോഷ്നി കലിയോടെ പറയുമ്പോൾ ഹരി അവളുടെ കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. അത് ശരി, ഞാൻ അവിടെ ജ്യൂസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെ കെട്ടിപ്പിടിച്ച് കളിക്കാം. പിന്നീടും ലച്ചുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിയാകുന്നു മാറി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലച്ചു വാതിൽപ്പടിയിൽ തോളമർത്തി കൈകൾ പിണച്ച് കെട്ടിക്കൊണ്ട് ഒരു ചിരിയോടെ നിൽക്കുന്നുണ്ട്. ലച്ചുവിൻ്റെ ആ നിൽപ്പും ഡയലോഗും 2 പേർക്കും ആകെ ചമ്മലായി. ഞങ്ങൾ ഉമ്മ വച്ചതല്ല ഏട്ടത്തി, ഞങ്ങൾ വഴക്കടിച്ചതാ. റോഷ്നി പറയുമ്പോൾ ലച്ചു ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഹരി ഒന്നും മിണ്ടാതെ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹരി ലച്ചുവിനെ കണ്ണ് ചിമ്മി കാണിക്കുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു. 3 പേരും കൂടെ ഹാളിലേക്ക് നടക്കുമ്പോൾ റേഞ്ച് സെറ്റിലിരുന്ന് ലാപ്പിൽ നോക്കുന്നുണ്ട്. എന്നാ ഞാൻ പോയാലോ? ജ്യൂസ് കുടിച്ച് കഴിഞ്ഞതും റോഷ്നി സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. കുറച്ച് കഴിഞ്ഞ് പോവാം. അവൾ പോവാണെന്ന് പറഞ്ഞപ്പോൾ ലച്ചുവിനെന്തോ ഒരു സങ്കടം. റയാൻഷും ഹരിയും ഒപ്പം ഉണ്ടെങ്കിലും വീടിന് ഒരു ഓളം കിട്ടണമെങ്കിൽ അവൾ വേണം. ഇനി നിന്നാൽ ശരിയാവില്ല ഏട്ടത്തി, സമയം 10 കഴിഞ്ഞു, ഞാൻ പോയിട്ട് പിന്നെ വരാം. റോഷ്നി പറയുമ്പോൾ ലച്ചു പിന്നൊന്നും പറയാൻ പോയില്ല. ഹരി അവളെ ആക്കി കൊടുക്കാനും ഇറങ്ങി. ഹരി വന്നിട്ട് റൂമിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അവൻ വരുവോളം ലച്ചുവും റയാൻഷും ഹാൾ തന്നെ ഇരുന്നു. ഹരി വന്ന ശേഷമാണ് കിടക്കാ റൂമിലേക്ക് പോയത്. പിറ്റേന്ന് റയാൻഷ് ലച്ചുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അഞ്ജുവിനെ കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്. കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുമമ്മയെ ഹെൽത്തിയാണ്, യാതൊരു കുഴപ്പമില്ല. ഓഫീസിൽ പോകണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് റയാൻഷ് നേരെ ലച്ചുവിനെ ഹരിയുടെ ഓഫീസിലാക്കിയിട്ടാണ് പോയത്. വൈകിട്ട് ഹരിയും ലച്ചുവും ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരും. ഏട്ടാ, കോഫി വേണോ? അകത്തേക്ക് കയറിയതും ലച്ചു ഉറക്കെ വിളിച്ച് ചോദിച്ചു. വേണ്ട. ഹരി മറുപടി പറഞ്ഞതും ലച്ചു മുകളിലേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നാലെ ഹരിയും കയറി. ലച്ചു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഹരി കോഫി കുടിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ട് സെറ്റിൽ ഇരിക്കുന്നുണ്ട്. ഏട്ടനല്ലേ കോഫി വേണ്ടാന്ന് പറഞ്ഞത്? അവൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ലച്ചു ചോദിക്കുമ്പോൾ ഹരി ടേബിളിൽ വെച്ച കോഫി കപ്പ് അവൾ നേരെ നീട്ടിപ്പിടിച്ചു. ലച്ചു കണ്ണു കുറിപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കിയ ശേഷം അത് വാങ്ങി. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഉണ്ടാക്കി തരുമോ? ചുണ്ടോട് മുട്ടിച്ച് കോഫി കപ്പ് മാറ്റിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ഹരി തലകുലുക്കി. അതിന് ഏട്ടൻ അറിയോ?
ലച്ചു ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ ഹരി അവളെ നോക്കി പേടിപ്പിച്ചു. എന്നാ ഇനി നീ പറഞ്ഞത് ഉണ്ടാക്കിയിട്ടതിന് കാര്യം വാ, എന്താ വേണ്ടെന്ന് പറ, ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. ഹരി സെറ്റിൽ നിന്നും എഴുന്നേറ്റ് ലച്ചുവിനെ കൂടെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം രണ്ടും കൂടെ അടുക്കളയിൽ കയറി. ലച്ചുവിനൊന്നും ഹരി ചെയ്യാൻ സമ്മതിച്ചില്ല. അവൾ കുടിച്ച കോഫിയുടെ കപ്പ് പോലും അവൻ അവളെ കൊണ്ട് കഴുകിപ്പിച്ചില്ല. എല്ലാം അവൻ തന്നെ ചെയ്തു. എന്താ വേണ്ടേ ഹരി ചോദിക്കുമ്പോൾ ലച്ചു ആലോചനയോടെ ഇരുന്നു. ഈസി ടാക്സ് കൊടുക്കാനാണ് ആദ്യം അവൾ ആലോചിച്ചത്, വല്ല എണ്ണക്കടികളോ മറ്റോ. പക്ഷെ അവളത് കഴിക്കില്ല. അതുകൊണ്ട് ഹരി ഒന്നുകൂടെ നിർബന്ധിച്ചപ്പോൾ ലച്ചു അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് പറഞ്ഞു. ലോഡഡ് ഫ്രൈസ്. ലച്ചു പറഞ്ഞിട്ട് ചുണ്ട് രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിരി ഒതുക്കി. ഹരി ആദ്യം ഒന്ന് വാ പൊളിച്ചു, പിന്നെ തല കുലുക്കി. ഹാളിൽ പോയി ഫോൺ എടുത്തുകൊണ്ടുവന്ന് അവനതെല്ലാം സെർച്ച് ചെയ്തു. ലച്ചു അതിൽ നിന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തിരഞ്ഞെടുത്തുകൊണ്ട് അവനെ കാണിച്ചു. ചിക്കനില്ല. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഹരി പറയുമ്പോൾ ലച്ചു താടിക്ക് കൈ കൊടുത്തു. സാരില്ല, അളിയനെ വിളിച്ചു പറയാം. അതും പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ എടുത്ത് റയാൻഷിനെ വിളിച്ചു. കുക്ക് ചെയ്ത കോഴിയല്ല, ഫ്രഷ് കോഴി. ഓ, ഫ്രഷ് കോഴി എന്ന് പറഞ്ഞാൽ ജീവനുള്ളതല്ലടാ പൊട്ട. നമുക്ക് കുക്ക് ചെയ്യാൻ വാങ്ങിയില്ലേ, ജീവൻ കളഞ്ഞിട്ട് വെട്ടി നുറുക്കിയ പീസ് അങ്ങനെയുള്ളത് വാങ്ങിയിട്ട് വായോ. വേഗം വേണം, എൻ്റെ പെങ്ങൾക്ക് കഴിക്കാനാ. അവസാനത്തെ വാക്ക് പറയുമ്പോൾ ഹരി ലച്ചുവിനെ നോക്കി കണ്ണ് ചിമ്മി. അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടെ വേഗത്തിൽ കൊണ്ടുവരും. പറയുന്നത് കൊണ്ട് നിനക്കൊന്ന് സങ്കടമൊന്നും തോന്നരുത്. എൻ്റെ അളിയിൽ എന്നേക്കാൾ പൊട്ടനാ. കോഴിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പറയാം അതെവിടെ കിട്ടുമെന്ന്, ജീവനുള്ളതാണോന്ന്. ഇന്ന് വരെ അവൻ അടുക്കളയിൽ കയറിയിട്ടെന്ന് മനസ്സിലായി. മാസം മാസം കുടുംബത്തിന് ചിലവിന് പൈസ കൊടുത്തുകൊണ്ടായില്ല. അടുക്കളയിൽ കയറണം. ഈ പൊട്ടറ്റോ എങ്ങനെ അരിയും? ഇതിൻ്റെ ഒരു സാധനം കളയണ്ടേ. ഹരി റയാൻഷിനെ പറയുന്നതിനൊപ്പം ഉരുളക്കിഴങ്ങ് ലച്ചുവിൻ്റെ നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, അപ്പോൾ ഏട്ടന് മാസാമാസം ചിലവിന് കൊടുക്കുന്ന കൂട്ടത്തിലായിരുന്നോ? അടുക്കളയിൽ കയറാറില്ലല്ലേ? ചിരിയോടെ ലച്ചു ചോദിക്കുമ്പോൾ ഹരി അവളെ അടിമുടിയൊന്ന് നോക്കി. പെണ്ണിൻ്റെ മാറ്റം കണ്ടോ? പണ്ടത്തെ പെങ്ങളായിരുന്നെങ്കിൽ അവൻ പറഞ്ഞതിനുള്ള മറുപടി ഒരു ചിരിയിൽ ഒതുക്കിയിരുന്നു. ഇപ്പോൾ റയാൻഷിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളുടെ മറുപടിയും അങ്ങനെയാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിലും ഭർത്താവിനെ പറഞ്ഞ ഭാര്യയ്ക്ക് പിടിക്കില്ലല്ലോ. ഇനി എൻ്റെ ഭാഗം പറയാൻ ഞാൻ എൻ്റെ കുഞ്ഞെ കൊണ്ടുവരേണ്ടി വരും. ഹരി പറയുമ്പോൾ ലച്ചു ചിരിച്ചു. കുഞ്ഞാർമ്മ വന്നപ്പോൾ അവൾ ആ ഫോൺ എടുത്ത് റോഷനെ വീഡിയോ കോൾ ചെയ്തു. ലച്ചുവിനെ അടുക്കളയിലെ ഒരു ചെയറിലെത്തിക്കൊണ്ട് ഒന്നിനും സമ്മതിക്കാതെ അവൻ തന്നെ എല്ലാം ചെയ്യുകയാണ്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ സഹായിക്കില്ലേ? റോഷനെ ഇത്തിരി പരിഭവവും സങ്കടവും കൂടി കലർന്ന ഭാവത്തിൽ പറഞ്ഞു. അവളില്ലാതെ അവരവിടെ അടിച്ചു പൊളിക്കുന്നത് പോലെ ഒരു ഭാവം. നീ ഉണ്ടായിരുന്നെങ്കിൽ നീ എങ്ങനെ സഹായിക്കും? ഹരി അവൻ്റെ ഇടത്തെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടിക്കൊണ്ട് അതിൻ്റെ തോള് കളയുന്നതിനിടയ്ക്ക് റോഷനെ നോക്കി പുരികമുയർത്തി ചോദിച്ചു. ആ പച്ചക്കറി കഴുകി ഒന്ന് സഹായിക്കും, കട്ടിംഗ് ബോർഡ് എടുത്ത് തന്ന് സഹായിക്കും, ഗ്യാസ് കത്തിക്കാൻ സഹായിക്കും. അങ്ങനെ എന്തോരം ജോലികൾ ചെയ്തു തന്നിരുന്നു. റോഷനി കാര്യമായി പറയുമ്പോൾ ഇതൊക്കെ ഒരു ജോലിയാണോടി എന്ന പോലെ ഹരി അവളെ ധൈര്യമായി നോക്കി. ലച്ചു പൊട്ടിച്ചീരിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി. റയാൻഷിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ലച്ചു ഫോൺ ടേബിളിൽ ജഗിൽ ചാരി അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണുന്ന തരത്തിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. കാറിൽ നിന്നും ഇറങ്ങിയ റയാൻഷ് ഡിക്കി തുറന്ന് രണ്ട് വലിയ കവർ കയ്യിലെടുത്തു. ലച്ചു വാതിൽക്ക് നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഒപ്പം അവൻ്റെ രണ്ട് കയ്യിൽ തൂക്കി പിടിച്ച കവറിലേക്ക് നോക്കി. ഇതൊക്കെ എന്താ? ലച്ചു അതിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ടപ്പോൾ അവനും അവൻ്റെ കയ്യിലേക്ക് നോക്കി. ഒപ്പം ഒരു കവർ ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡിക്കി അടച്ചു. ശേഷം ആ കവർ തിരിച്ചു വാങ്ങി. നിൻ്റെ ഏട്ടനല്ലേ ചിക്കൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞത്? റയാൻഷ് അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ലച്ചു വാ തുറന്നുകൊണ്ട് അവനെ നോക്കി. ഒപ്പം അവൻ്റെ പിന്നാലെ നടന്നു. ഇത് മൊത്തം ചിക്കനാണോ? ലച്ചു ചോദിക്കുമ്പോൾ റയാൻഷ് തല കുലുക്കി. ലച്ചു കണ്ണു കടത്തി ശ്വാസം വലിച്ചു വിട്ടു. എന്താ വേണ്ടതെന്ന് ഹരി ചോദിച്ചപ്പോൾ പച്ചവെള്ളം മതിയായിരുന്നുവെന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. ഇതുപോലെ 2 എണ്ണം